ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കണം. അതിനായി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഒട്ടും തരികളില്ലാതെ നല്ല പേസ്റ്റായിട്ട് ഇനി ഒന്ന് അരച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ ക്യാരറ്റെല്ലാം ഒന്ന് കുക്കായി വരണം. അതുവരെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റെല്ലാം ഒന്ന് മാറി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. അതുവരെ 1-2 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. മധുരത്തിന് ആവശ്യമായിട്ട് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണിനും താഴെ ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നല്ല വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ വേണം ചേർത്ത് കൊടുക്കാൻ. 1/2 കപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവ വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി കട്ടകളില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ പാലിൽ ഈ റവയും അരിപ്പൊടിയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വരണം. എന്നിട്ട് പാനിൽ നിന്ന് നല്ല ഒന്ന് വിട്ട് വരുന്ന പാകമായി വരുന്നതുവരെ നമുക്ക് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ സ്പാച്ചില കൊണ്ട് നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇനി കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആദ്യം കുറച്ച് മാവൊന്ന് എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ മാവ് വെച്ചതിന് ശേഷം ഇതുപോലെ ആദ്യം ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം 2 അറ്റവും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം.
അതിനുശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ചരിച്ചാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഈ ഷേപ്പിലാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. എല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിലൊന്ന് ആ പാത്രത്തിലേക്ക് ബ്രഷ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ച് ഓയിലൊന്ന് ആ സ്റ്റീമറിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ എല്ലാം ഒരുമിച്ച് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മാറ്റിയെടുക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. കാഷ്നട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂം കിസ്മിസൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. കിസ്മിസും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. 1-2 മിനിറ്റ് നന്നായിട്ട് തന്നെ തേങ്ങ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. തേങ്ങയുടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച ശർക്കര എടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ കല്ലില്ലാത്തത് കൊണ്ടാണ് ഡയറക്റ്റായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് ഫുള്ളായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്നാക്സ് ഫുള്ളായിട്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതിയെ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ശർക്കര പാനിയെല്ലാം നന്നായിട്ട് തന്നെ ഈ സ്നാക്കിലൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ശർക്കരപ്പാനിയെല്ലാം നന്നായിട്ട് തന്നെ ആ സ്നാക്കിലൊന്ന് പിടിച്ച് ഒന്ന് ട്രൈ ആയും കൂടെ കിട്ടണം. അതുവരെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് പ്ലേറ്റിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്